തന്നിരിക്കുന്നവയിൽ സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നത്? എ. കിഴവൻ രാജ, ബി. ദക്ഷിണഭോജൻ, സി. ഗർഭശ്രീമാൻ. ആൻസർ ബിയും സിയും. കലാകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ കലാകാരനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? എ. സ്വാതി തിരുനാൾ, ബി. ഉത്രം തിരുനാൾ, സി. വിശാഖം തിരുനാൾ. ആൻസർ എ. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം അറിയപ്പെട്ടിരുന്നത്? എ. വെന്നീജ ഭരണ കാലഘട്ടം, ബി. സുവർണ കാലഘട്ടം, സി. കലാകാലഘട്ടം. ആൻസർ ബി. സുവർണ കാലഘട്ടം. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത് സ്വാതി തിരുനാൾ ഭരിക്കുമ്പോഴാണ്. ഏത് വർഷം? എ. 1836, ബി. 1833, സി. 1839. ആൻസർ എ. 1836. സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? എ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു, ബി. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി, സി. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചു. ആൻസർ ഇവ മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? എ. തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ, പബ്ലിക് ലൈബ്രറി എന്നിവ ആരംഭിച്ചു, ബി. തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു, സി. തിരുവിതാംകൂറിൽ ഗവൺമെൻറ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ ആരംഭിച്ചു. ആൻസർ ഇവ മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? എ. ജോർജ് പോണി, ബി. എം. ഇ. വാട്ട്സ്, സി. വില്യം കല്ലൻ. ആൻസർ സി. വില്യം കല്ലൻ. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് ദിവാനായിരുന്നത് ആരായിരുന്നു? എ. ടി. മാധവറാവു, ബി. പി. രാജഗോപാലാചാരി, സി. സുബ്രറാവു. ആൻസർ സി. സുബ്രറാവു. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ച സ്വാതി തിരുനാളിൻ്റെ സദസ്യനായ പ്രസിദ്ധ കവി ആരായിരുന്നു? എ. ഷഡ്കാല ഗോവിന്ദമാരാർ, ബി. ഇരയമ്മൻ തമ്പി, സി. വടിവേലു. ആൻസർ ബി. ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധ സംഗീതജ്ഞനാണ്? എ. ജയദേവ കവികൾ, ബി. ജഗന്നാഥ പണ്ഡിതൻ, സി. തഞ്ചാവൂർ നാൽവർ. ആൻസർ സി. തഞ്ചാവൂർ നാൽവർ. തിരുവിതാംകൂറിലെ നീചനായ ഭരണാധികാരി എന്ന് സ്വാതി തിരുനാളിനെ വിശേഷിപ്പിച്ചത് ആര്? എ. വൈകുണ്ഠസ്വാമികൾ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. തൈക്കാടയ്യ. ആൻസർ എ. വൈകുണ്ഠസ്വാമികൾ.